മോളുടെ ഫേസിലൊന്നും എനിക്ക് മാറ്റം കണ്ടില്ല. പല സംഭവം അവിടെ നടന്നിട്ടുണ്ട്. എന്നെയും ഭാര്യയെ മറച്ചു വെച്ചാണ്. എൻ്റെ മോളെ കൊണ്ടുപോയത് കൊല്ലാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ തന്നെ പറയുന്നു, ചെറിയൊരു ഞരക്കം ഞാൻ കേട്ടു, നീ ചവിട്ടി പൊളിച്ചാൽ പൊളിയുന്ന വാതിലാണത്. അവനെ കുട്ടിയും കൊണ്ട് വന്നാൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഈ സംശയത്തിനൊന്നും ഞങ്ങൾ ഇടപെടാവില്ല. ഷാർജയിൽ നിന്നും വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ അവളുടെ ഭർത്താവ് ഷംനാദും 5 വയസ്സുള്ള കുട്ടിയും കൂടെ ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചാണ് വർക്കല ദാറുൽസലാം വീട്ടിൽ ഞങ്ങളെത്തിയത്. ഈ മോളും കൊച്ചുമോനും എത്ര നാൾ മുമ്പാണ് ഗൾഫിൽ ഷാർജയിലേക്ക് പോയത്? 9 മാസമായി. മരുമോൻ അവിടെ ജോലിയായിരുന്നു? മരുമോന് അവിടെ ജോലിയാണ്. നല്ല സന്തോഷകരമായി കഴിയുന്ന ഒരു കുടുംബം. ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല സന്തോഷത്തിലാണ് പോയത്. എന്നാലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇതിന് മുമ്പേയും പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അവൻ്റെ പേരിൽ നമ്മളുടെ ഫാമിലി കോർട്ടിൽ കേസ് വരെ പോയിട്ടുണ്ട്. അതെല്ലാം ഒത്തുതീർപ്പാക്കിയതിന് ശേഷമാണ് ഇവർ ഗൾഫിൽ പോയത് തന്നെ. ആ കേസ് എനിക്ക് ഒത്തുതീർപ്പാക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. പക്ഷെ മോളിൽ ഇവൻ വശത്താക്കി. ഇവർ ഒരുമിച്ച് മാറി നിന്ന് സംസാരിക്കും. ആറ്റിങ്ങ ഫാമിലി കോർട്ടിലാണ് കേസ് ഉണ്ടായത്. ഏകദേശം 8 മാസത്തോളം ഞങ്ങൾ കേസ് കൊടുന്നത്. ഏകദേശം വിധി പറയുന്നതിന് മുമ്പെയാണ് അവൻ ഒത്തുതീർപ്പിന് വരുന്നത്. ഇങ്ങനൊരു സംഭവം നേരത്തെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. നേരത്തെ ഒക്കെ പ്രശ്നങ്ങളായിരുന്നു. പലപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഇവരെ വീട്ടുകാരും ബന്ധുക്കളും വന്ന് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കും. പക്ഷേ ഇവൻ്റെ അടവാണെന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ഷാർജയിൽ എന്നെ എന്നും വിളിക്കുമായിരുന്നു. മോളുടെ ഫേസിലൊന്നും എനിക്ക് മാറ്റം കണ്ടില്ല. പല സംഭവം അവിടെ നടന്നിട്ടുണ്ട്. എന്നെയും ഭാര്യയെ മറച്ചു വെച്ചാണ്. ഇവർ ഓരോ കാര്യം മറച്ചു വെച്ചാണ്. മറച്ചു വെക്കാൻ കാരണം ഞാൻ ഇടപെട്ടു. പക്ഷേ മോൾക്കൊരു പൈസയ്ക്ക് മാറ്റം വന്നില്ല. അവൾ സന്തോഷപ്പെട്ടിട്ടേക്ക്. ഞങ്ങൾക്ക് അതിൽ സംശയം തോന്നിയിട്ടില്ല. മരിക്കുന്ന ദിവസവും 2-3 മണിക്കൂർ മുമ്പേ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചതാണ്. അപ്പോഴൊന്നും ഒരു ചെറിയൊരു പാവം. അപ്പം ഒരു നോമിൻ്റെ ക്ഷീണമാണെന്ന്. എല്ലാ നോമ്പും പിടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു നോമ്പ് പുണ്യമാസം ആയതുകൊണ്ട് മോൻ അടുത്തുണ്ട്. മോൻ പറഞ്ഞ പപ്പ മമ്മിയെ അടിച്ചത്. അവൻ്റെ ഭാര്യ നീ ചുമ്മാ ഇരി മോനെ, അങ്ങനെ ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അടിച്ചിട്ടുണ്ട്. പിന്നീട് ഒടുവിൽ രാവിലെയാണ് ഞാൻ പെട്ടെന്ന് ദിവസം നോമ്പ് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആൾക്കാരൊക്കെ ഓരോരുത്തർ വരുന്നത്. ഞാൻ അതിരാവിലെ ഇവിടുത്തെ 4:30-5 മണിയാണ്. ഞാൻ നോമ്പ് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മോള് ഞാൻ പിടിച്ചു കൊടുത്തത് എൻ്റെ കയ്യിൽ സന്തുഷ്ട ഇങ്ങനെ കാണിക്കുമെന്ന്. എൻ്റെ മോളെ കൊണ്ടുപോയത് കൊല്ലാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മോള് ഒരിക്കലും കണ്ടെത്തിയില്ല. ഇത് സംഭവിച്ചിട്ടുണ്ട്. അവൻ തന്നെയാണ് അവനിത് പറയണ്ടേ. അവൻ്റെ ചേട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പാകിസ്ഥാനിയാണ്. അവരത്ര നല്ല സ്ത്രീയൊന്നുമല്ല.
അവരാ ബോഡിയുടെ കൂടെ ഒന്നും വന്നില്ല. ആരും കുഞ്ഞിനെ എന്തുകൊണ്ടാണ് വിട്ടു തരാത്തത്? അത് 5 വയസ്സുള്ള കുഞ്ഞാണ്. കുഞ്ഞിന് ചില കാര്യങ്ങളൊക്കെ അറിയാം. ഉമ്മയെ അടിച്ചു കൊടുത്ത് ഉമ്മയെ അടിച്ചു എന്നാണ് കുഞ്ഞ് പറയുന്നത്. ഉമ്മയെ ചവിട്ടി കൊടുത്തെന്ന് വരെ പറഞ്ഞു. കുട്ടി ഇത്ര പറയണമെങ്കിൽ അവൻ കൂടുതൽ എന്താ ചെയ്തിട്ടുണ്ട്. അതാണ് കുട്ടിയെന്ന് അവനിക്ക് വേണം. ഈ മരണസമയത്ത് എൻ്റെ രണ്ടാമത്തെ മകളുടെ കൂടെ ആയിരുന്നു കുഞ്ഞ്. അത് 4-5 ദിവസം വരെ കുഞ്ഞ് അവളുടെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഇവൻ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഷാർജ പോലീസിൽ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. അങ്ങനെയാണ് കുഞ്ഞിനെ കൈമാറ്റം ചെയ്തത്. കുഞ്ഞിനെ ബലാത്കാരമായിട്ടൊക്കെ പിടിച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ അവർ എടുത്തിട്ടുണ്ടോ? എടുത്തിരുന്നു. കുഞ്ഞിന് അവൻ്റെ അടുത്ത് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഫോണുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പറയുന്ന കേട്ടു, മോളുടെ ഫോണ് നഷ്ടപ്പെട്ടു. ആ രീതി ഇതൊക്കെ 2 ഫോണുണ്ട്. അത് 2ഉം അടിച്ച് പൊട്ടിച്ചെന്നാണ് ഒടുവിൽ കിട്ടിയത്. അതിൽ ഒരു ഇതുമില്ല. ഈ മരണസമയത്തും പോലീസ് ചോദിച്ചപ്പോൾ ഫോണില്ല, നഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അവിടെയുള്ള പോലീസുകാർ അത്ര സീരിയസ് ആയിട്ടും എടുത്ത് കാണില്ല. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും തെളിവൊക്കെ ഉണ്ടായിരിക്കും. ഇവൻ എടുത്തു പറയുന്നത് കളഞ്ഞു. അത് സത്യം ഉറപ്പ് എനിക്ക്. അതിൻ്റെ ഈ സംശയങ്ങളൊക്കെ വച്ചുകൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ സംശയം തന്നെ. കാരണം എന്നറിയാൻ എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല. പൂർണ്ണമായും പാപ്പ അത് വിശ്വസിക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ട് ആരെയും കൈയില്ലാതെ അവൾ ഒരിക്കലും ചെയ്യില്ല. കാരണം ഫോണിൽ അവൾ തൂങ്ങിയിരിക്കുന്നതായിട്ട് ഒരു ഇതുമില്ല. ആ വാച്ച്മാൻ കണ്ടെന്ന് പറയുന്നതും അത് വിശ്വസിക്കാനും പറ്റില്ല. വാച്ച്മാൻ കണ്ടത് കാലാണ്. പൊതുവെ മോളുടെ സ്വഭാവം എങ്ങനെയാണ്? ആ ശാന്തമായിട്ടുള്ള സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്, എന്നാൽ മനോധൈര്യമൊക്കെ ഉള്ള. പിന്നെ M.Com വരെ പഠിച്ച പെണ്ണ. അവൾ ജോലിക്ക് ശ്രമിച്ചാൽ കിട്ടും. അവിടെ നിന്ന് അക്കൗണ്ട് സെക്ഷനിൽ ജോലി വാങ്ങിച്ച് പല വിധത്തിലുള്ള സംശയങ്ങൾ വരുവാൻ ഉണ്ടായിട്ടുണ്ട് മോളുടെ പേരിൽ. ചില സംശയരോഗിയാണ്. കൂട്ടുകാരോടൊക്കെ സംസാരിച്ചാൽ അവനിക്ക് സംശയം. ബന്ധക്കാരെടുത്ത് അധികം സംസാരിച്ചാൽ അവനിക്ക് സംശയമാണ്. പിന്നെ അതിൻ്റെ ഒരു വിവാഹമോചനത്തിലേക്ക് പോയ പെൺകുട്ടിയെ പിന്നെയും എന്തിനാണ് അവൻ്റെ കൂടെ അങ്ങനെ തിരിച്ചു വിടാനുള്ളൊരു വിധി വരുന്നത്? ഞങ്ങൾ കൂടുതൽ എമൗണ്ടിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അവൻ ഞങ്ങളുടെ സ്വർണ്ണമെല്ലാം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഉറപ്പായിട്ടും ഞങ്ങൾ അത് വിധി വരും എന്ന് കണ്ടപ്പം അവൻ ഒത്തുതീർപ്പിന് വന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മോളെ അല്ല യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്. ഏതും പണമാണ്. അവൻ 5000 രൂപ ചെലവിന് അയച്ചു കൊടുത്താലും അത് കണക്ക് പറയുന്നവൻ. ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തിട്ട് കണക്ക് ചോദിക്കുക. പക്ഷെ ഇവൻ ചോദിക്കും. അവനിക്ക് പണത്തിനോട് ആർത്തിയുണ്ട്. എങ്ങനെയും നമ്മളിൽ നിന്ന് കിട്ടുമോ അത് ആ വഴിയെ നോക്കും. 5 വയസ്സുള്ള കുഞ്ഞിനെ നമുക്ക് കിട്ടണമെന്നാണ് ആഗ്രഹം. തന്നെ അവൻ്റെ ഉള്ളിൽ വളർന്നാലേ അവൻ ശരിയാവില്ല. അവൻ നോക്കില്ല. ഒരു ഭാര്യ നോക്കാത്തവനാണ് ആ കുഞ്ഞിനോട് നോക്കുന്നത്. അവനിക്ക് അത്രയ്ക്കുള്ള സ്നേഹമൊന്നും അതിൻ്റെ അടുത്തില്ല. കുഞ്ഞിനെ നമ്മൾ വളർത്തും. ഞങ്ങൾ വളർത്തും. അതിനുള്ള സൗകര്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞാൻ ഒന്നും ഇല്ലാത്തവനൊന്നുമല്ല. എനിക്ക് 2 മക്കളിൽ ഏറ്റവും പാവപ്പെട്ടതാണ്. അവർക്ക് മുതലുണ്ട്. അവർക്ക് ജീവിക്കാനുള്ള വകയുണ്ട്. അവർക്ക് ജോലി സമ്പാദിക്കാനുള്ള ഒരു ഡിഗ്രി ഉണ്ട്. പിന്നെ അവൻ കുഞ്ഞിനെ നോക്കില്ല. അത് ഉറപ്പാണ്. അവൻ്റെ ചേട്ടൻ്റെ ഭാര്യ അടുത്താണ് കൊണ്ടത്. ആ പാകിസ്ഥാനി അടുത്ത് വന്നതായിട്ട് എങ്ങനെ പെരുമാറുമെന്ന് അറിയാം. അവർ നോക്കും ആത്മാർത്ഥമായിട്ട്. ഇനി നിലവിൽ അവിടെ നിന്നാൽ തന്നെ കുട്ടിയെ ആരെങ്കിലും ആക്കിയിട്ടില്ലേ അവന് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കുട്ടി എത്രത്തോളം വളരുമെന്നുള്ളത് ഇപ്പോഴും അതിൻ്റെ ഇതിലൊക്കെ ഞങ്ങൾ അറിയുന്നു. നീതിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത്. അതെ. ഈ യാസ്നയും ഭർത്താവുമായിട്ട് നിരന്തരമായിട്ട് ചെറിയ വിഷയങ്ങളൊക്കെ ഗൾഫിലായിരുന്നപ്പോൾ തന്നെ ഉണ്ടാക്കുന്നത് മാമ അറിഞ്ഞിട്ടുണ്ട് പല രീതിയിൽ? ഇല്ല, അറിഞ്ഞിട്ടില്ല. അതുവരേക്കും ഞങ്ങളെ കുട്ടി ഞങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം വാപ്പയും ഉമ്മയും ബന്ധുക്കളും ഞങ്ങൾ മാമാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അവർ വിഷമിപ്പിക്കുന്ന രീതിയിൽ അവിടെ യാതൊന്നും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല.
വാത്സല്യത്തോടെയാണ് വളർത്തിയത്. ആ ഒരു സ്നേഹം മാമയെന്നുള്ളൊരു അതിൽ കവിഞ്ഞുള്ള ഒരു സ്നേഹബന്ധവും ഒരു സ്വാതന്ത്ര്യമൊക്കെ മോക്ക് ഉണ്ടായിരുന്നു. മകളായിരുന്നു എനിക്ക്. കാരണം എനിക്ക് കുട്ടികളില്ല. എൻ്റെ മകൾ, ഈ കുട്ടികളെല്ലാവരും എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഞാൻ വേറെ വീട്ടിലാണ് താമസം. ഞാൻ മിക്ക ദിവസവും ഈ ഷംനാദിന് സ്വർണത്തോടും അല്ലെങ്കിൽ ഭൂമിയോടും അങ്ങനെയുള്ള സാമ്പത്തിക ഇടപെടലാണ് ഈ ഭാര്യയെക്കാട്ടിൽ വലുത് എന്ന് മാമ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ വിവാഹം ആലോചിക്കുമ്പോൾ അവൻ്റെ ചെറിയൊരു വീടായിരുന്നു അന്ന്. ക്യാഷ് ഞങ്ങളെ മകൾക്ക് സംഭാവന കൊടുത്ത പൈസ വെച്ചിട്ടാണ് അവൻ ഈ വീട് ശരിയാക്കുകയും എല്ലാം ചെയ്തത്. അന്ന് അവന് സാമ്പത്തികമായിട്ട് യാതൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ കിട്ടിക്കണ്ടപ്പോഴത്തേക്കും നല്ലത് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു. ഞങ്ങളെ മോളെയും അവനെ ഞങ്ങൾ ആദ്യം വിശ്വസിച്ചു. പിന്നീടാണ് ഈ സ്വരച്ചേർച്ചയില്ലായ്മ ഈ കുട്ടി ഞങ്ങളെ ചെറുതായിട്ടൊന്ന് അറിയിക്കുന്നത്. എന്നിട്ട് ഇവർ 4 മാസത്തോളം നല്ല രീതിയിൽ ജീവിച്ചവരാണ്. പിന്നീട് ചെറുതായിട്ട് പറഞ്ഞ് രണ്ടാമത്തെ ജ്യേഷ്ഠത്തിൻ്റെ അടുത്ത് ഇവള് മിക്ക കാര്യങ്ങളും ഷെയർ ചെയ്യായിരുന്നു. പക്ഷേ ആ കുട്ടി ചെറുതായിട്ടൊന്ന് വാപ്പാടുത്ത് മറന്ന് പറയും. പക്ഷേ മോളുടെ ഭാവി ഓർത്ത് ഞങ്ങൾ ഒന്ന് മറ്റുള്ളവർ അറിഞ്ഞൊരു വലിയൊരു പുക വേണ്ടെന്നുള്ള രീതിയിലായിരിക്കും പുറത്ത് ഞങ്ങൾ പറയാറില്ല. നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ പുറത്ത് പോകുന്നുള്ള. പക്ഷെ അന്നങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഗതി വരത്തില്ലായിരുന്നു. അത് സംഭവിക്കാം. ഞങ്ങളെ മോളെ വിശ്വസിച്ച്, കാരണം അവൾ നല്ല ഏബിളായ കുട്ടിയാണ്. അവളുടെ കൂടെ പഠിച്ച കുട്ടികൾ തന്നെ യാസന ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ. നല്ല ഏബിളായിരുന്നു യാസന. അവൾ നല്ല വിദ്യാഭ്യാസം, അവൾക്ക് ഒരു ജോലി സ്വന്തമായി സമ്പാദിക്കാൻ കഴിവുള്ള ഒരു. ഗൾഫിൽ ജോലിക്ക് വേണ്ടിയാണോ കൊണ്ടുപോയത്? ജോലി വാങ്ങിച്ചു കൊടുക്കാമെങ്കിൽ തന്നെയാണ് കൊണ്ടുപോയത്. അവൻ്റെ സംസാരത്തിൽ കൂടെ ഞങ്ങൾക്ക് വേറെ സംശയം ജനിച്ചതെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അവൻ കംപ്ലീറ്റ് വീട്ടിലുണ്ടായിരുന്നു. കാരണം ഓഫായിരുന്നു അവന്. ഇത്ര സമയം അവൻ വീട്ടിലുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ അവൻ തന്നെ പറയുന്നു 20 മിനിറ്റ് നേരമായി അവൾ അകത്തോട്ട് പോയിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് 20 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്നേഹമുള്ള ഒരു ഭർത്താവ് നീ എന്താ അതിനകത്ത് ഇനി ഇറങ്ങിക്കൂടെന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും. നമ്മളാണെങ്കിൽ പോലും ചോദിക്കും. ഈ 20 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവളിറങ്ങില്ല. ഇവളിറങ്ങാതിരുന്നപ്പോഴത്തേക്കും പറയുന്നത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ചെറിയൊരു ഞരക്കം കേൾക്കുന്നു എന്ന് പറയും. ഇവൻ ആ വാതിൽ ചവിട്ടി പൊളിക്കാതെ ഇവൻ നേരെ പോയത് സെക്യൂരിറ്റി എടുത്തണം. സെക്യൂരിറ്റി എടുത്ത് പോയിട്ടെന്ന് പറഞ്ഞ് എൻ്റെ വൈഫ് ലോക്കായിപ്പോയി. അങ്ങനെ പറയുമ്പോൾ ഞാനായിരുന്നാലും, ഞാനൊരു സെക്യൂരിറ്റി ആയിരുന്നാലും ഞാൻ വന്ന് അവൻ ചെയ്തത് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് ഇതൊന്ന് തുറക്കാൻ ശ്രമിച്ചു. ഈ സെക്യൂരിറ്റി എന്ന് പറയുന്ന ലോക്ക് ചീത്തയായിപ്പോയി. ഞാൻ വീണ്ടും താഴെ പോയിട്ട് വേറെ എന്തെങ്കിലും അവനൊരു ടൂൾസ് എടുത്തിട്ട് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവന്നു. ഈ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഇവൻ ഇത് ഓപ്പൺ ചെയ്യാൻ ഭാവിക്കുന്നത് അവൻ വീഡിയോയിൽ എടുക്കുക. മറ്റേ ഈ ഷംനാദ് എന്ന് പറയുന്നത് അകത്തുനിന്ന് സംഭവിക്കുന്ന പുറത്തുനിന്ന് ഷംനാൻ അറിയത്തില്ലല്ലോ. വീഡിയോ എടുക്കുകയാണ് അപ്പോഴും വീഡിയോ എടുക്കുകയാണ്. പക്ഷേ ഈ ഞരക്കം അവൻ തന്നെ പറയുന്നു ചെറിയൊരു ഞരക്കം ഞാൻ കേട്ടു. നീ ചവിട്ടി പൊളിച്ചാൽ പൊളിയുന്ന വാതിലാണത്. ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ് അവൻ. അപ്പോൾ പിന്നെ ചവിട്ടി പൊളിക്കാം അത്. പക്ഷെ അവൻ അത് ചെയ്തില്ല. അവൻ ചെയ്ത ഇതാണ്. എന്നിട്ട് ഇതിന് തുറന്നപ്പോഴേക്കും സെക്യൂരിറ്റിയുടെ അടുത്ത് അവൻ പറഞ്ഞു, സെക്യൂരിറ്റി പോലീസിന് മൊഴി കൊടുത്തു ഇങ്ങനെ, നീ ഇതാരോടും പറയല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെ മൊഴി കൊടുത്തിട്ടുണ്ട്. സെക്യൂരിറ്റി മൊഴി കൊടുത്തു ഷാർജ പോലീസിന്. പക്ഷെ ഷാർജ പോലീസ് ലിമിറ്റ് അതൊന്നും ചെയ്തില്ല. ഷാർജ പോലീസിന്റെ നിയമം അനുസരിച്ച്, സൗദി നിയമം, കാരണം ഒരു മുസ്ലിം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ റൂൾസ്. അവരുടെ നിയമത്തിൽ ആത്മഹത്യയെ കണ്ടു. അവരുടെ നിയമത്തിൽ അവർ ആത്മഹത്യയെ കണ്ടു. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഒരിക്കലും ഒരു ആത്മഹത്യ ആയിരിക്കില്ല. കാരണം അതിൽ പാടുകളുണ്ട്. മകൻ പറഞ്ഞു ഉമ്മയെ വാപ്പ അടിച്ചു. 5 വയസ്സുള്ള മകൻ, 5.5 വയസ്സുണ്ട് അവന്. മകൻ പറഞ്ഞു ഉമ്മയെ വാപ്പ അടിച്ചു. എന്നിട്ട് പോലീസിന് മൊഴി കൊടുത്തത് മോൻ ഫസ്റ്റ് ഇങ്ങനെയാണ്. മകൻ പറഞ്ഞു ഉമ്മയെ വാപ്പ അടിച്ചു. ഈ കുട്ടി മഞ്ഞ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ വരണ്ടേ. അവൻ വന്നിട്ട് ആ കുട്ടി, അവൻ്റെ ഒരു കടമയല്ല ആ കുട്ടിയുടെ മയ്യത്ത് ആ ഖബറിൽ ഒരു 3 പിടി മണ്ണ് ആ കുടിച്ച് അവളുടെ ഉമ്മയുടെ ആ ഖബറിൽ ഇടുക. അതൊരു അവൻ്റെ കടമ ചെയ്യേണ്ടവൻ. എന്തുകൊണ്ട് അവൻ ആ കുട്ടിയെ കൊണ്ട് വന്നില്ല? അവൻ ആ കുട്ടിയെ കൊണ്ട് വന്നാൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഈ സംശയത്തിനൊന്നും ഞങ്ങൾ ഇടപെടാവില്ല.